ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 3-ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേര് ആമിയുടെ പിറന്നാൾ. അപ്പോൾ മക്കളുടെ പിറന്നാൾ എന്നാണ് അറിയോ? ഏത് മാസമാണ്, ഏത് ഡേറ്റ് ആണ് അല്ലേ? ഇവിടെ ആമിയുടെ പിറന്നാൾ എന്നാണ്? ആഗസ്റ്റ് 10 ആമിയുടെ പിറന്നാൾ. അപ്പോൾ മക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പാഠങ്ങളിലായിട്ട് 1 മുതൽ 9 വരെയുള്ള നമ്പറും പിന്നെ 0 എന്നുള്ള നമ്പറും പഠിച്ചു. ഇനി നമുക്ക് 9 കഴിഞ്ഞിട്ടുള്ള 10 പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആഗസ്റ്റ് 10 അല്ലേ, ഇന്നാണ് ആമിയുടെ പിറന്നാൾ. ഒരുക്കങ്ങൾ തുടങ്ങി. ക്ലാസ് മുറി അലങ്കരിക്കാം. ഹായ് ആമി, മിഴി. അപ്പോൾ ആമിനോട് മിഴി എന്താണ് ഹായ് ആമി എന്ന് പറയാണ് അല്ലേ. അപ്പോൾ ആമി മിഴിയോട് മിഴിന്ന് വിളിക്കുകയാണ്. ഇപ്പോൾ ക്ലാസ് മുറിയിൽ 9 പേരുണ്ടായിരുന്നു. ആമി കൂടി എത്തിയപ്പോൾ 10 പേരായി. അപ്പോൾ എങ്ങനെയാണ് 9നോട് 1 കൂട്ടുമ്പോൾ 10 അപ്പോൾ 9ഉം 1ഉം 10. അപ്പോൾ നിങ്ങൾ ആ ബോക്സിൽ 10 എന്ന് ആ കുത്തുകളുടെ മുകളിലൂടെ എഴുതി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ആൾ വരികയാണ്. ആരാണ്? അഹാൻ കൂടി വന്നു. ബലൂൺ കെട്ടാൻ ഞാനും കൂടാം അല്ലേ. അപ്പോൾ എത്ര പേരായി? 10ഉം 1ഉം 11. അപ്പോൾ ആ ഒരു ബോക്സിൽ 11 എന്ന് എഴുതുക. അപ്പോൾ ഇവിടെ ഏതൊക്കെ നമ്പർ പഠിച്ചു? 10, 11. അടുത്തത് ആശംസാ കാർഡുകൾ. ആശംസാ കാർഡുകളുമായി കൂട്ടുകാരിൽ ചിലരെത്തി. വരിയിൽ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അല്ലേ. മുന്നിൽ നിന്ന് എത്രാമത്തെ കുട്ടിയാണ് മിഴി? മിഴി ആരാണ്? ആ ഹെയർ ബാൻഡ് വെച്ച കുട്ടിയാണ് അല്ലേ. അപ്പോൾ മുന്നിൽ നിന്ന് 1, 2, 3, 4 4ാമത്തെ കുട്ടിയാണ്. മക്കൾ കൂട്ടത്തിലൊന്ന് എണ്ണി നോക്കണേ. ഇനി പിന്നിൽ നിന്ന് 4ാമതായി നിൽക്കുന്ന അഹാനെ കണ്ടെത്തി അടയാളപ്പെടുത്തുക. അതാ അവിടെ ഞാനൊരു ടിക്ക് മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയോ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 6ാമതായി നിൽക്കുന്ന കുട്ടിയാണ് നേഹ. നേഹയുടെ കയ്യിൽ ഒരു ബലൂൺ വരച്ചു ചേർക്കൂ. അപ്പോൾ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും നോക്കുമ്പോൾ 6ാമതാണ് അല്ലേ. അപ്പോൾ നമുക്ക് മുൻഭാഗത്ത് നിന്ന് ആദ്യം ഒന്ന് എണ്ണാം. 1, 2, 3, 4, 5, 6. ഇനി ബാക്കിൽ നിന്ന് എണ്ണുമ്പോഴോ 1, 2, 3, 4, 5, 6 അല്ലേ. ആരാണ്? ആ നടുക്കുള്ള കുട്ടിക്ക് നിങ്ങൾ കയ്യിലൊരു ബലൂൺ വരച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു ടിക്ക് മാർക്ക് കൊടുക്കാം കേട്ടോ. ഇനി ആശംസാ കാർഡ് ഉണ്ടാക്കാം. ഇവിടെ പിറന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞിട്ട് ഒരു പൂക്കളൊക്കെ വരച്ചിട്ട് എന്താണ് ഒരു ആശംസാ കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതുപോലെ മക്കളും ഉണ്ടാക്കണേ. പിന്നെ അലങ്കരിക്കാം. ആമിയും കൂട്ടുകാരും ക്ലാസ് മുറി അലങ്കരിക്കുകയാണ്. മിഴി, തോരണത്തിന് ഇതുപോലെ മുറിക്കാം. എങ്ങനെയാ നോക്കട്ടെ. മേശപ്പുറത്ത് എത്ര എണ്ണം? അപ്പോൾ ആമിയും മിഴിയും കൂടെ എത്ര എണ്ണമാണ് തോരണത്തിന് മുറിച്ചെടുത്തിട്ടുള്ളത്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. അപ്പോൾ 2 എണ്ണം കൂടി മുറിച്ചെടുത്തപ്പോൾ എത്രയാ? 10ഉം 2ഉം എത്രയാ? 10നോട് 1 കൂട്ടുമ്പം 11, 11നോട് വീണ്ടും 1 കൂട്ടുമ്പം 12 അല്ലേ. അപ്പോൾ 10ഉം 2ഉം 12. ഇനി അടുത്തത് ഏതാണ്? പിറന്നാൾ ആശംസകളാണ്. ഇവിടെ എന്താണ്? പൂമ്പാറ്റകൾക്കുള്ളിൽ ഓരോ ലെറ്റേഴ്സും അതിന് നേരെയായിട്ട് ചില നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്പേഴ്സും ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിലെഴുതിയ ലെറ്റേഴ്സും അല്ലേ അക്ഷരങ്ങളും ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് അവിടെ എഴുതിയിട്ടുള്ളത്? ഹാപ്പി ബർത്ത്ഡേ എന്ന്. അപ്പോൾ 3 എണ്ണം കൂടെ ഒട്ടിക്കാറുണ്ട്. അപ്പോൾ നമ്പർ ക്രമത്തിൽ ഒട്ടിക്കണം. അപ്പോൾ ആ നമ്പറിൻ്റെ 1 എന്നുള്ള നമ്പറിൻ്റെതായിരിക്കും ഫസ്റ്റ്, 2 എന്നുള്ള നമ്പർ സെക്കൻഡ്, അങ്ങനെയാണ് നിങ്ങൾ ഒട്ടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് താഴെ 1 ഏതാണ്? H, 2 A, 3 P, 4 P, 5 Y, 6 B, 7 ഏതാണ്? I, 8 R, 9 T, 10 H, ഇനി ഏതാ? 11 D, 12 A, 13 Y. അപ്പോൾ ആ രീതിയിൽ എഴുതണം കേട്ടോ. ഞാനിവിടെ വരിക്ക് എഴുതിയെന്നേ ഉള്ളൂ. മക്കൾ ഈ കളങ്ങളിലേക്ക് ആക്കിയിട്ട് നേരെ ആക്കിയിട്ട് എഴുതണം കേട്ടോ. ഇനി തോരണത്തിൽ ഒട്ടിച്ച കാർഡുകൾ എണ്ണം എത്രയാണ്? 10 എണ്ണമാണ് അല്ലേ. വരച്ച് ചേർത്തതോ 3 എണ്ണം. അപ്പം 10ഉം 3ഉം എത്രയാണ്?
13 ഇനി 1 മുതൽ 13 വരെയുള്ള സംഖ്യകൾ തുടർച്ചയായി എഴുതൂ. എളുപ്പല്ലേ? 1 മുതൽ 13 വരെ ഇതുപോലെ എഴുതിക്കേ. അടുത്തത് എന്താണ്? മെഴുകുതിരി കത്തിക്കാം. പെട്ടിയിലെ മെഴുകുതിരി എത്ര എണ്ണാണ്? ഒരു പെട്ടിയിൽ 10 എണ്ണാണ് ഉള്ളത്, പുറത്ത് 4 എണ്ണം. അപ്പോൾ 10ഉം 4ഉം 14. ഇനി പിറന്നാൾ കേക്ക്. ചെറിയ കേക്ക് കഷ്ണങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട്. അവിടെയുള്ളവർക്കെല്ലാം കൊടുക്കാൻ ഇനി എത്ര കഷണം കൂടി മുറിക്കണം? 5 എണ്ണം കൂടെ. കാരണം എന്താണ്? 15 ആളുകളാണുള്ളത്. അപ്പോൾ 10ഉം 5ഉം 15. ഇനി നൃത്തം. അവർ പൂക്കളുടെ മുഖം മൂടി അണിഞ്ഞു. കലാപരിപാടികൾക്കായി ഒരുങ്ങി. എത്ര പൂക്കളാണുള്ളത്? 1 2 3 4 5 6 7 8 9 10. 10 പൂക്കളുണ്ട് അല്ലേ? എല്ലാവർക്കും ഇടാൻ മുഖം മൂടി ഉണ്ടോ? ഇല്ല. എത്ര എണ്ണം കൂടി വേണം? 6 എണ്ണം കൂടെ വേണം. 10 പേർക്ക് കൊടുത്താൽ ബാക്കി 6 ആളുകൾക്ക് മുഖം മൂടില്ല. 6 എണ്ണം കൂടെ വേണം. അപ്പോൾ 10ഉം 6ഉം എത്രയാണ്? 16 ആണ് അല്ലേ? 15 കഴിഞ്ഞാൽ 16. ഇനി കൂട്ടുകാർക്കുള്ള സമ്മാനം. ഞാൻ ഉണ്ടാക്കിയ കടലാസ് പൂക്കൾ എല്ലാവർക്കും തരാം. അപ്പോൾ ആമി പറയാണ് ഞാൻ ഉണ്ടാക്കിയ കടലാസ് പൂക്കൾ എല്ലാവർക്കും തരാമെന്ന്. അപ്പോൾ എത്ര പൂക്കളാണുള്ളത്? 10ഉം പിന്നെ 7ഉം. അപ്പോൾ എത്രയാ? 17. അങ്ങനെയെങ്കിൽ 10ഉം 8ഉം എത്രയാ മക്കളെ? 18. 10ഉം 9ഉം 19. ഇനി ഐസ്ക്രീം. ആമിയുടെ അമ്മ ഐസ്ക്രീമുമായി എത്തി. ആദ്യത്തെ പെട്ടിയിൽ എത്ര കപ്പ് ഐസ്ക്രീം? എത്രയാ? 10 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ പെട്ടിയിൽ എത്ര കപ്പ് ഐസ്ക്രീമാണുള്ളത്? 10 എണ്ണം തന്നെയാണുള്ളത്. മക്കൾ എണ്ണി നോക്കൂ കേട്ടോ. അപ്പോൾ ആകെ എത്ര കപ്പ് ഐസ്ക്രീമായി? 10ഉം 10ഉം എത്രയാ? 10ഉം 10ഉം 20. ഇനി ഒളിഞ്ഞിരിക്കുന്നത് ആരാണ്? 1 മുതൽ 20 വരെ കുത്തുകൾ യോജിപ്പിച്ച് നോക്കൂ. ആമിക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനം കണ്ടുപിടിക്കൂ. എന്നിട്ട് നിറം കൊടുക്കണം കേട്ടോ. അപ്പോൾ മക്കൾ 1 2 3 4 അങ്ങനെ കുത്തുകൾ യോജിപ്പിച്ചിട്ട് നിറം കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചിത്രം കാണാം. അപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ. അപ്പോൾ മക്കൾ ചെയ്ത് നോക്കുക. അടുത്തത് എന്താണ്? കളിക്കാം. 1 2 3 4 എന്നീ സംഖ്യകൾ ഓരോ വരിയിലും നിരയിലും വരുന്ന വിധം പൂരിപ്പിക്കുക. അപ്പോൾ ഓരോ വരിയിലും നിരയിലും ഒക്കെ എന്താണ്? 1 മുതൽ 4 വരെയുള്ള നമ്പർ വേണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ മക്കൾ ഇതുപോലെയാണോ എഴുതിയിട്ടുള്ളത് നോക്കുക കേട്ടോ. വരിയിലായാലും നിരയിലായാലും 2 പ്രാവശ്യം ഒരു നമ്പറും വരാൻ പാടില്ല. അപ്പോൾ ഓരോ വരിയിലില്ലാത്ത നമ്പർ എഴുതി നോക്കുക. എന്നിട്ട് മറ്റ് കളങ്ങളിൽ അതുണ്ടെങ്കിൽ അതിന് നേരെ ആ നമ്പർ ഉണ്ടെങ്കിൽ അത് മാറ്റി എഴുതുക. അങ്ങനെ ഇതുപോലെയാണോ മക്കൾ ചെയ്തെന്നൊന്ന് ആദ്യം ചെയ്ത് നോക്കിയിട്ട് നോക്കുക കേട്ടോ. അടുത്തതൊരു പാട്ടാണ്. ചേർന്നു പാടാം ചേർത്തു പാടാം. അത്തിമരക്കൊമ്പിലതാ 10 പനന്തത്തകൾ അത്തിപ്പഴം തിന്നാനായി ഒന്നുകൂടി വന്നു. അത്തിമരക്കൊമ്പിലിപ്പോൾ എത്ര പനന്തത്തകൾ? 10 പനന്തത്തകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിലേക്ക് 1 കൂടെ വന്നപ്പോൾ എത്രയായി? 11. ഇനിയോ? അത്തിമരക്കൊമ്പിലതാ 11 തത്തകൾ അത്തിപ്പഴം കൊത്തി തിന്നാൻ ഒന്നുകൂടി വന്നു. അത്തിമരക്കൊമ്പിലിപ്പോൾ എത്രയാണ് തത്തകൾ? 11 ഉള്ളപ്പോൾ ഒന്നുകൂടെ വന്നാൽ എത്രയാണ്? 12. നല്ല പാട്ടില്ലേ? ഇനി നമുക്ക് ഇവിടെ എഴുതി ചേർക്കണം. 10ഉം 1ഉം 11, 11ഉം 1ഉം 12, 12ഉം 1ഉം 13, 13ഉം 1ഉം എത്രയാ? 14, 14ഉം 1ഉം 15, 15ഉം 1ഉം 16, 16ഉം 1ഉം 17, 17ഉം 1ഉം 18, 18ഉം 1ഉം 19, 19ഉം 1ഉം 20. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്ത പ്രവർത്തനം എന്താണ്? നിറം കൊടുക്കാനാണ്. സംഖ്യകൾ കണ്ടില്ലേ? അത്രയും കളത്തിൽ നിറം കൊടുക്കൂ. അപ്പോൾ ഇവിടെ 15 തന്നിട്ടുണ്ട്. അപ്പോൾ 15 കളങ്ങളിൽ മക്കൾ നിറം കൊടുക്കണം. മനസ്സിലായോ? പിന്നെ അടുത്തതോ 17 കളങ്ങളിൽ നിറം കൊടുക്കുക. പിന്നെ 16 കളങ്ങളിൽ നിറം കൊടുക്കുക.
പിന്നെ 18 കളങ്ങളിൽ നിറം കൊടുക്കുക. പിന്നെ 20 അല്ലേ ഫുള്ളായിട്ട് നിറം കൊടുക്കുക. പിന്നെ 19 കളങ്ങളിൽ നിറം കൊടുക്കുക. എന്നിട്ട് മക്കൾ ആരാണ് ഏറ്റവും ഭംഗിയായി നിറം കൊടുത്തതെന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഇവിടെ നിറം കൊടുത്ത് കാണിക്കുന്നില്ല, മക്കൾ എണ്ണി നോക്കിയിട്ട് നിറം കൊടുക്കുമല്ലോ. ഇനി ഈ സംഖ്യകളെ ചെറുതിൽ നിന്ന് വലുത് എന്ന ക്രമത്തിൽ എഴുതൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലേതാ ചെറുത്? 15, പിന്നെയോ 16, പിന്നെ 17, 18, 19, 20. അപ്പോൾ ആ രീതിയിൽ എഴുതുക കേട്ടോ. ലാസ്റ്റ് പേജ് വർക്ക് എന്താണ്? നിറം കൊടുക്കാനായി 2 തരം കാർഡുകളുണ്ട്. നിങ്ങളും നിറം കൊടുക്കൂ. ഇവിടെ 2 തരം കാർഡുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് നിറം കൊടുക്കേണ്ടത്? ഓരോ വരിയിലെയും വലിയ സംഖ്യക്ക് ഒരേ നിറം കൊടുക്കാൻ അല്ലേ. ആ നീല ആയിട്ടുള്ള ആ ഒരു കാർഡിൽ ഓരോ വരിയിലുള്ള വലിയ സംഖ്യക്ക് നിറം കൊടുക്കണം. ഒന്നാമത്തതിലേതാ? 11. രണ്ടാമത്തതിലോ 12. മൂന്നാമത്തതിൽ 13. നാലാമത്തതിൽ 14. അഞ്ചാമത്തതിൽ 15. അപ്പം ഞാൻ എന്താണ് ടിക്ക് ഇടുന്നുള്ളൂ, മക്കൾ അതിന് ഒരേ നിറം കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ നിറം കൊടുത്ത സംഖ്യകൾ ക്രമത്തിൽ എഴുതാമോ? ഏതൊക്കെയാണ്? 11, 12, 13, 14, 15. നിറം കൊടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓരോന്ന് അടുത്തടുത്ത സംഖ്യകളാണല്ലേ. ഇനി താഴെയുള്ള പച്ച കാർഡിലോ ഓരോ വരിയിലെയും ചെറിയ സംഖ്യക്ക് ഒരേ നിറം കൊടുക്കണം. ഏതാണ്? ഒന്നാമത്തെ വരിയിലെ ചെറിയ സംഖ്യ ഏതാണ്? 10. രണ്ടാമത്തെ വരിയിലെ ചെറിയ സംഖ്യ 9. മൂന്നാമത്തെ വരിയിൽ 8. നാലാമത്തെ വരിയിൽ 7. അഞ്ചാമത്തെ വരിയിൽ 6. ഇനി നിറം കൊടുത്ത സംഖ്യകൾ ക്രമത്തിൽ എഴുതാമോ? 10, 9, 8, 7, 6. നിറം കൊടുത്ത സംഖ്യകൾ തമ്മിലുള്ള ബന്ധം എന്താണ്? ഓരോ നമ്പർ പുറകോട്ടാണ് അല്ലേ. 10ൽ നിന്നും 1 കുറയുമ്പോൾ 9 ആകുന്നു. 9ൽ നിന്നും 1 പോയാൽ 8. 8ൽ നിന്നും 1 പോയാൽ 7. 7ൽ നിന്നും 1 പോയാൽ 6. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗം ഉള്ളത്. മക്കൾ 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സ് നല്ലപോലെ എഴുതി പഠിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.